ഹായ്, ഇങ്ങനൊരു വീഡിയോ യൂട്യൂബിൽ ആദ്യമായിട്ടായിരിക്കും കേട്ടോ. റോസ് ലവേഴ്സിന് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേറ്റ് ചെയ്ത വീഡിയോ ആണിത്. അതായത് 100 വെറൈറ്റി ആയിട്ടുള്ള റോസസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത് ഓർക്കിഡ് റോസ്, രണ്ടാമതായിട്ട് ഹണി ഡിജിൻ എന്ന് പറയുന്ന ഈ ഒരു റോസാണ്. ഒരു പ്രത്യേക നമ്മുടെ ഹണിയുടെയൊക്കെ കളറല്ലേ, ആ ഒരു കളർ ഷെയ്ഡിൽ വരുന്നതാണ്. പിന്നെ അത് ഈ ഒരു റോസാണ്. ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പൂക്കൾക്ക് ഒത്തിരി വലിപ്പമുള്ളൊരു പ്ലാന്റാണ്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കാശ്മീരി റോസാണ്. കാശ്മീരി റോസ് 2 ടൈപ്പ് വരുന്നുണ്ട്. ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡിലും ഉണ്ട്. ഇത് വന്നിട്ട് മഞ്ഞ ഷെയ്ഡിൽ വരുന്ന യെല്ലോ മിനിയേച്ചറാണ് കേട്ടോ. യെല്ലോ മിനിയേച്ചറിൽ തന്നെ 2-3 ടൈപ്പ് വരുന്നുണ്ട്. യെല്ലോ ഷൈൻ, സൺഷൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇത് വന്നിട്ട് വൈറ്റ് പേപ്പർ റോസ് എന്നറിയപ്പെടുന്ന റോസ്, ഇല്ലാന്നുണ്ടെങ്കിൽ സമ്മർ സ്നോ എന്നുള്ള പേരുള്ള റോസാണ്. സമ്മർ സ്നോയുടെ തന്നെ പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്, അഹല്യ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെയുള്ളത് ചെറി റെഡ് എന്ന് പറയുന്ന ഈ ഒരു റോസാണ്. റെഡ് ഷെയ്ഡാണ്, ഹാരമൊക്കെ കെട്ടാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ്, നാടൻ പീച്ച് ഓറഞ്ച് എന്നറിയപ്പെടുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ്. ഇതിൻ്റെതൊക്കെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത്. ഇതിൽ കാണിക്കുന്ന ഓൾമോസ്റ്റ് റോസ് നമുക്ക് സെയിലിനായിട്ടും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് മാർഗോ കോസ്റ്റർ വെറൈറ്റിയാണ്. മാർഗോ കോസ്റ്റിൻ്റെ റെഡ് ഷെയ്ഡാണ്. 2 ഷെയ്ഡ് വരുന്നുണ്ട് മാർഗോ കോസ്റ്റർ റെഡിൽ തന്നെ. ബ്ലഡ് റെഡ് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് പൂക്കൾക്ക് നല്ല വലിപ്പമാണ്. ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല കേട്ടോ, പക്ഷെ നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റാണിത്. പിന്നെ ഇത് ഈ ഒരു റോസാണ്. റെഡും വൈറ്റും കളർ കോമ്പിനേഷനിൽ വരുന്നൊരു അടിപൊളി റോസ് വെറൈറ്റി. ഐഡിയ എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇത് അന്നേടുപ്പേരി ക്രീപ്പറാണ്. യെല്ലോ ക്ലൈംബർ, യെല്ലോ പ്ലാന്റ്സൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർ കാണുമെന്നുണ്ടെങ്കിൽ നല്ലൊരു ചോയ്സാണ് ഈ ഒരു യെല്ലോ ക്ലൈംബർ എന്ന് പറയുന്നത്. അന്നേടുപ്പേരി എന്നാണ് കേട്ടോ ഐഡിയ വരുന്നത്. ഇത് വന്നിട്ട് ഒരു വൈറ്റ് ഷെയ്ഡിൽ വരുന്നതാണ്. ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല. വൈറ്റും പിന്നെ നടുക്കായിട്ടൊരു പിങ്ക് ഷെയ്ഡ് കൂടെ ഈ ഒരു പൂവിൽ ഉണ്ടാവാറുണ്ട്. പൂക്കൾക്ക് നല്ല വലിപ്പമുണ്ട് കേട്ടോ. പിന്നെയുള്ളത് സുലോഹി എന്ന് പറയുന്ന ഈ ഒരു ക്രീപ്പറാണ്. ഡബിൾ പെറ്റൽ ക്രീപ്പർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഐഡിയ വന്നിട്ട് സുലോഹി എന്നാണ്. ഒരു ക്ലൈംബർ വെറൈറ്റി ആണ് കേട്ടോ. നിറയെ മുള്ളുകളുള്ളൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല. ഒരു പീച്ച് കളർ ഷെയ്ഡിലാണ് പൂക്കൾ വരാറുള്ളത്. നല്ലൊരു വെറൈറ്റി തന്നെയാണ്. ഒരു സ്മെല്ലൊക്കെ ഫ്രാഗ്രൻസ് ഉള്ളതാണ്. പിന്നെ ഇത് മാംഗോ യെല്ലോ എന്ന് പറയുന്ന വെറൈറ്റി ആണ് കേട്ടോ. എനിക്ക് അറിയാവുന്ന വെറൈറ്റീസ് എല്ലാം അതിൻ്റെ നെയിം കൂടെ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് പേർക്കൊക്കെ ഉപകാരമാവും. പിന്നെ ഇത് 5 സ്റ്റാർ എന്ന് പറയുന്ന ഒരു റോസ് വെറൈറ്റിയാണ്. നമ്മുടെ 7 ഡേയ്സ് റോസിനൊക്കെ പോലെയാണ് പൂക്കൾ. അതിൻ്റെ സ്ട്രക്ചറൊക്കെ വരുന്നതെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ പൂക്കൾ കൊഴിഞ്ഞു പോകും കേട്ടോ. വിരിയുന്ന സമയത്ത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇത് പീച്ച് ക്രീക്കറി റോസ് ആണെന്ന് വിചാരിക്കും, പക്ഷെ അല്ല. പീച്ച് ക്രീക്കറിയുടെ തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. പൂക്കൾക്ക് വലിപ്പം കൂടുതലുള്ളതും പൂക്കൾക്ക് വലിപ്പം കുറവുള്ളതും. ഇത് വന്നിട്ട് പൂക്കൾക്ക് വലിപ്പം കൂടുതലുള്ള വെറൈറ്റിയാണ് കേട്ടോ പീച്ച് ക്രീക്കറിയുടേത്. പിന്നെയുള്ള വെറൈറ്റി ഗല്ലിക്ക റോസാണ്. ഗല്ലിക്ക എന്നാണ് ഐഡിയ വരുന്നത്. നല്ലൊരു എന്താ പറയുക, സ്മോളായിട്ടുള്ള കളർ കോമ്പിനേഷനിൽ പിങ്കും വൈറ്റും കളർ കോമ്പിനേഷനിൽ വരുന്നതാണ്. ഇത് വന്നിട്ട് ഐസ് ലവ് എന്ന് പറയുന്ന ഒരു ക്രീപ്പർ റോസാണ്. ആ ചെടിക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് ഇതിലുള്ള പൂക്കൾ. നിങ്ങൾ കണ്ടില്ലേ എന്ത് രസമായിട്ടാണ് ഇത് പൂത്ത് നിൽക്കുന്നതെന്നുള്ളത്. ബട്ടർഫ്ലൈ റോസ് പോലെയാണ്. ഇത് വന്നിട്ട് വൈറ്റ് നാടൻ. ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല. നാടൻ റോസാണ് കേട്ടോ. പക്ഷെ നമ്മുടെ കയ്യിൽ നാടൻ ബഡ് ചെയ്ത തൈകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. വൈറ്റ് നാടൻ എന്നാണ് കേട്ടോ ഐഡിയ വരുന്നത്. ഇതിൻ്റെയൊക്കെ ഓൺ റൂട്ടഡും നാടൻ ബഡ് ചെയ്ത പ്ലാന്റ്സ് നമുക്കുണ്ട്. പിന്നെയുള്ളത് ടിഡിലി വിങ്സ് എന്ന് പറയുന്ന ഈ ഒരു റോസാണ്. ഇതും കുറച്ച് റെയർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ പ്ലാന്റ്സ് സെയിലിനായിട്ട് കൊണ്ടുവരാറുണ്ട്. എപ്പോഴും നമുക്ക് ഇതിൻ്റെ പ്ലാന്റ്സ് അവൈലബിലിറ്റി ഇല്ല കേട്ടോ. ഇത് വന്നിട്ട് ബർഗണ്ടി ഐസാണ്. ചിലർ തെറ്റിദ്ധരിക്കും മിഡ് നൈറ്റ് ബ്ലൂ ആണെന്ന് വിചാരിക്കും, പക്ഷേ മിഡ് നൈറ്റ് ബ്ലൂ അല്ല. ഇതിൻ്റെ ഐഡിയ വന്നിട്ട് ബർഗണ്ടി ഐസ് എന്നാണ്. ഇതേ ഒരു കളർ ഷെയ്ഡ് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നടുക്ക് വന്നിട്ടൊരു വൈറ്റ് ഷെയ്ഡ് കൂടെ വരാറുണ്ട്. പിന്നെയുള്ളത് കോക്കനട്ട് ഐസ് എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ബേബി റൊമാൻറ്റിക്ക പോലെ തോന്നുന്നുണ്ടെങ്കിലും ബേബി റൊമാൻറ്റിക്ക അല്ല കേട്ടോ. ഇത് വേറൊരു വെറൈറ്റിയാണ്. പിന്നെയുള്ളത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന മാർഗോ കോസ്റ്റർ ഇല്ലേ, അതിൻ്റെ തന്നെ പിങ്കും വൈറ്റും കോമ്പിനേഷനിൽ വരുന്നതാണ്. മാർഗോ കോസ്റ്റർ ടോട്ടൽ 7 വെറൈറ്റീസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. മാർഗോ കോസ്റ്റർ ഏതൊക്കെ വെറൈറ്റീസ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ 7 ഷെയ്ഡ് വരുന്നുണ്ട് മാർഗോ കോസ്റ്ററിൽ. ഇതിൽ വൈറ്റ് ഷെയ്ഡും വരാറുണ്ട്. പിന്നെയുള്ളത് ഡബിൾ ഡിലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു റോസാണ്.
തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വെറൈറ്റിയാണ്. ഡബിൾ ഡിലൈറ്റും നമ്മുടെ ബേബി പാരഡൈസും തമ്മിൽ മാറിപ്പോകാറുണ്ട് പലരും ഐഡിയ അറിയാതെ ബേബി പാരഡൈസിൻ്റെ ഡബിൾ ഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ സെൻറ്റഡ് റോസാണ്. നല്ല സ്മെല്ലൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റോസ് നിങ്ങളുടെ ഗാർഡനിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം കേട്ടോ. സെൻറ്റഡ് റോസാണ്, നല്ല സ്മെല്ലുള്ളൊരു അടിപൊളി വെറൈറ്റി തന്നെയാണ്. പന്നീർ റോസിനോളം തന്നെ ഇതിൻ്റെ സ്മെല്ല് നിൽക്കുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. പിന്നെ 7 ഡേയ്സ് റോസാണ്. 7 ഡേയ്സ് റോസും 3 ഷെയ്ഡിൽ വരുന്നുണ്ട് കേട്ടോ. ഇത് ഈ ഒരു പീച്ച് കളറിൽ പീച്ച് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ഞാൻ വഴിയെ പരിചയപ്പെടുത്തി തരാം. ഇത് വന്നിട്ട് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന മാർഗോ കോസ്റ്ററിൻ്റെ ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ. ഞാൻ ടോട്ടലി 3 കളേഴ്സാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്യോർ വൈറ്റ് വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, പിങ്ക് വരുന്നുണ്ട് കേട്ടോ. മാർഗോ കോസ്റ്ററിൻ്റെ ഈ വീഡിയോയ്ക്കകത്ത് 3 ഷെയ്ഡാണ് ഞാൻ കാണിക്കുന്നത്. ഇത് വന്നിട്ട് എനിക്ക് ഐഡിയ അറിയില്ല, പക്ഷേ നല്ല ഭംഗിയുള്ളൊരു റോസാണ്. ഇതിൻ്റെ അടിവശം വന്നിട്ടൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ. ഇത് മൂഡി ബ്ലൂം എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അത് ഈ ഒരു കളർ ഷെയ്ഡിലാണ് കേട്ടോ. വിരിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും കളർ ചേഞ്ച് ആവുന്നൊരു വെറൈറ്റിയാണിത്. പിന്നെ ഉള്ളത് മിഡ് നൈറ്റ് ബ്ലൂ. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, മിഡ് നൈറ്റ് ബ്ലൂവിനെ കണ്ടോ? നേരത്തെ കാണിച്ചിട്ടുണ്ടാകുന്നത് ബർഗണ്ടി ഐസാണ്. ഇതാണ് മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ കളർ കേട്ടോ. നല്ലൊരു കളർ ഷെയ്ഡിൽ വരുന്ന ഒരു റോസ് വെറൈറ്റിയാണ്. പിന്നെയുള്ളത് ഈ ഒരു പിങ്ക് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന റോസാണ്. ഇതിൻ്റെ ഐഡിയ എനിക്ക് അറിയില്ല കേട്ടോ, എന്താണ് ഐഡിയ എന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. അത്യാവശ്യം സ്മെല്ലും ഉണ്ട്. ഇത് വന്നിട്ട് സെൻറ്റിമെൻ്റൽ റോസാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ടൈഗർ റോസ് എന്ന് പറഞ്ഞ് കേൾക്കാറുള്ളൊരു റോസ് വെറൈറ്റിയാണ്. സെൻറ്റിമെൻ്റൽ റോസ് എന്നാണ് ഐഡിയ വരുന്നത്. ഇത് വന്നിട്ട് കൽക്കട്ട 300 എന്ന് പറയുന്ന വെറൈറ്റിയാണ്. നിറയെ മുള്ളുകളാണ് കേട്ടോ. മുള്ളുകൾക്ക് നല്ല വലിപ്പവും കൂടി ഉണ്ട്. നമുക്കൊരു കുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വേദനയായിരിക്കും. അങ്ങനെയുള്ള മുള്ളുകളുള്ളൊരു വെറൈറ്റിയാണ്. ഇത് ഇരടു ബേയു എന്ന് പറയുന്ന ഒരു വെറൈറ്റി റോസാണ്. സിംഗിൾ പെറ്റലാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ പെറ്റൽസ് വരില്ല. 5 ഇതളുകളുള്ള നല്ലൊരു വെറൈറ്റിയാണ്. കേട്ടോ ഇത്. ഇത് വന്നിട്ട് മജന്ത ഫെയറി റോസാണ്. മജന്ത ഫെയറി എന്നാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഫെയറി റോസിൽ വരുന്ന മജന്ത ഷെയ്ഡാണ് കേട്ടോ. ഇത് വന്നിട്ട് പിങ്ക് ബട്ടൺ റോസ്, ഇല്ലയെന്നുണ്ടെങ്കിൽ മജോര ഫെയർ എന്നാണ് ഇതിൻ്റെ ഫെയിം ബൊയാണ്ടെന്നാണ് കേട്ടോ. മജോര ഫെയർ അല്ല, ഫെയിം ബൊയാണ്ടെന്നാണ്. ഇത് വന്നിട്ട് വൈറ്റ് സിംപ്ലിസിറ്റി എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. വൈറ്റ് സിംപ്ലിസിറ്റി പ്ലാന്റും ഉണ്ട്, ലാവൻഡർ സിംപ്ലിസിറ്റി പ്ലാന്റും ഉണ്ട് കേട്ടോ. ഇത് വന്നിട്ട് ആപ്രിക്കോട്ട് റോസാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെ കൊലകുലിയായിട്ട് പൂക്കൾ ഉണ്ടാകുന്നൊരു റോസാണ്. ഇത് റെഡ് പിനാക്കി റോസാണ്. റെഡ് കളറിൽ നിറയെ മുള്ളുകളോട് കൂടി വരുന്ന പൂക്കളുടെ രാജകുമാരി, റോസുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന റോസാണ്. നല്ലൊരു വെറൈറ്റി തന്നെയാണ്. അടുത്തതായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഉണ്ടായിരുന്ന പട്ടു റോസ് ഇല്ലേ, പട്ടു റോസിൻ്റെ 2 ഷെയ്ഡ്, ഒന്ന് ഡാർക്ക് ഷെയ്ഡും വരുന്നുണ്ട്, ഒരു ലൈറ്റ് ഷെയ്ഡും വരുന്നുണ്ട്. അതിലെ ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇത് വന്നിട്ട് ലാവൻഡർ സിംപ്ലിസിറ്റി. നമ്മൾ വൈറ്റ് സിംപ്ലിസിറ്റി നേരത്തെ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ ലാവൻഡർ ഷെയ്ഡാണ്, ലാവൻഡർ സിംപ്ലിസിറ്റി ആണ്. അടിപൊളി വെറൈറ്റിയാണ്. പിന്നെ ഇത് ഇച്ചിരി സ്മെല്ലുള്ളൊരു റോസാണ് കേട്ടോ. എനിക്ക് ഐഡിയ അറിയില്ല. ഇത് കോമൺ ആയിട്ട് ടൈഗർ റോസാണ് പറയുന്നതെന്നുണ്ടെങ്കിലും ഓരോന്നിനും ഓരോ നെയിമുണ്ട് കേട്ടോ. എനിക്കിത് കറക്റ്റ് അറിയില്ല. ഇത് വന്നിട്ട് അബ്രാക്കാഡബ്ര എന്ന് പറയുന്നത് ഇങ്ങനെ ബ്ലാക്ക് മെറൂണിൽ യെല്ലോ സ്ട്രൈപ്പ് വരുന്നൊരു റോസാണ് കേട്ടോ. അബ്രാക്കാഡബ്ര എന്നാണ് ഐഡിയ വരുന്നത്. ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേക അട്രാക്ഷൻ ഉള്ളൊരു പ്ലാന്റാണ് കേട്ടോ. നമ്മുടെ തീക്കട്ടയുടെയൊക്കെ നിറം പോലെ. ഇത് ഞാൻ വെറുതെ ആഡ് ചെയ്തതാണ് കേട്ടോ. നമ്മുടെ കാട്ടു റോസാണ്. റോസ് കാണിക്കും, അതുകൂടെ ഞാൻ ചുമ്മാ അത് കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് വന്നിട്ട് ക്രീപ്പർ ജാക്കി, അല്ലാന്നുണ്ടെങ്കിൽ നാടൻ ചന്ദന റോസ് എന്നൊക്കെ അറിയപ്പെടുന്നൊരു വെറൈറ്റിയാണ്. ഇതൊരു ക്ലൈംബറാണ്. കൂടുതലും ഓൺ റൂട്ടഡ് ആയിട്ടുള്ളതും നാടൻ ബഡ് ചെയ്ത തൈകളും മിക്സഡ് ആയിട്ടായിരിക്കും കേട്ടോ നമുക്ക് സെയിലിന് വരാറുള്ളത്. ഇത് മറ്റൊരു വെറൈറ്റിയാണ്. ബട്ടർഫ്ലൈ റോസിൻ്റെ ക്രീപ്പറാണ്. റെഡ്, മെറൂൺ റെഡാണ് ഇതിൽ പൂക്കൾ. വിരിയുന്ന സമയത്ത് ഒരു റെഡും 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നല്ല മെറൂൺ റെഡായിട്ട് ചേഞ്ച് ആവുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് വന്നിട്ട് മെജോറോ ഫെയർ എന്ന് പറയുന്നൊരു റോസാണ്. മജന്ത ബട്ടർഫ്ലൈ റോസ് എന്ന് സെയിൽ ചെയ്യുമ്പോഴത്തേക്കും മജന്ത ബട്ടർഫ്ലൈ റോസ് എന്നാണ് കേട്ടോ ഞാൻ പറയാറുള്ളത്. ഇത് സെൻറ്റിമെൻ്റൽ റോസിൻ്റെ തന്നെ മജന്തയിൽ വൈറ്റ് സ്ട്രൈപ്പ് വരുന്നതാണ്. നേരത്തെ കാണിച്ചിട്ടുള്ള റെഡിൽ വൈറ്റാണ്, ഇത് മജന്തയിൽ വൈറ്റ് ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ. ഇത് വന്നിട്ട് റൂബി ഓറഞ്ചാണ്. അടിയിലെ ലെയർ ഇങ്ങനെ വൈറ്റ് കളറിൽ പൂ വിരിഞ്ഞ് വരുന്ന സമയത്ത് കാണാനായിട്ട് പ്രത്യേക ഭംഗിയാണ്. അത് മാത്രമല്ല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും.
ഇത് വന്നിട്ട് വേറൊരു ടൈപ്പ് ബട്ടർഫ്ലൈ റോസാണ്. ഇതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്ക് വരാറുള്ളത്. പൂക്കൾ കണ്ടോ എന്ത് രസമായിട്ട് ഇങ്ങനെ വരച്ച് വെച്ചതുപോലെ ഇരിക്കുന്നുണ്ട്. പിങ്കും റെഡും വൈറ്റും കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. പിന്നെ ഇത് വന്നിട്ട് ബ്ലാക്ക് റോസാണ്, വെൽവെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ. ദ ബ്ലാക്ക് ഡിലൈറ്റ് എന്നാണ് ഇതിൻ്റെ ഐഡി വരുന്നത്. ഇത് വന്നിട്ട് ബ്ലൂ ടൈം റോസാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിരിഞ്ഞിട്ടേ ഉള്ളൂ. നല്ലതുപോലെ വിരിയുമ്പോഴത്തേക്കും നമ്മുടെ 7 days റോസൊക്കെ ഇല്ലേ, അതുപോലെ ഈ സൈഡ് ഇങ്ങനെ ചുരുണ്ട് സെൻറ്റർ പോർഷനിലോട്ട് ഇങ്ങനെ വരുന്നൊരു ടൈപ്പ് റോസാണിത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ചെറിയൊരു മൈൽഡ് സ്മെല്ലും ഉണ്ട്. ഇത് വന്നിട്ട് ബേബി റൊമാൻറ്റിക്ക, വളരെ റെയറായിട്ട് വരുന്നൊരു ക്രീപ്പർ റോസാണ് കേട്ടോ ഇത്. ബേബി റൊമാൻറ്റിക്ക എന്ന് പറയുന്നത് ഓറഞ്ചും യെല്ലോയും റെഡും ഒക്കെ കളർ കോമ്പിനേഷനിൽ വരുന്നതാണ്. ഇതൊരു ജാപ്പനീസ് റോസാണ്. മോൺകൂർ എന്നാണ് ഐഡി വരുന്നത്. ജാപ്പനീസ് ഒറിജിനായിട്ട് വരുന്നൊരു റോസ് വെറൈറ്റി ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു റോസ് തന്നെയാണ്. ഇങ്ങനെ കപ്പ് ഷേപ്പിലായിരിക്കും പൂക്കൾ ഉണ്ടാവുക. ഇത് സമ്മർ സ്നോയുടെ തന്നെ പിങ്ക് സമ്മർ സ്നോ, ഇല്ലാന്നുണ്ടെങ്കിൽ അഹല്യ റോസ്, പിങ്ക് പേപ്പർ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന വെറൈറ്റിയാണ്. കോമൺ നെയിം അഹല്യ എന്നാണ് കേട്ടോ. ഇത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, 7 days ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. 7 daysൻ്റെ തന്നെ യെല്ലോ വെറൈറ്റി ആണ്. യെല്ലോ എന്ന് പറയാൻ പറ്റില്ല, ഒരു സാൻഡൽ കളറിൽ വരുന്നതാണ്. 7 days മൊത്തം 3 ടൈപ്പ് ഉണ്ട്. പിന്നെ ഇത് വന്നിട്ട് കമ്മൽ റോസ്, മുക്കുത്തി റോസ്, മുല്ലപ്പൂ റോസ്, പേർഷ്യൻ വൈറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. പേർഷ്യൻ വൈറ്റ് എന്നാണ് കേട്ടോ ഇതിൻ്റെ ഐഡി വരുന്നത്. നിറയെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഇങ്ങനെ ഉണ്ടാവും. ബഞ്ചായിട്ട് തന്നെ പൂക്കൾ പിടിക്കുകയും ചെയ്യും കേട്ടോ. ഇത് എഡ്വേർഡ് റോസ്, അല്ലാന്നുണ്ടെങ്കിൽ പനിനീർ റോസ്. നല്ല സ്മെല്ലുള്ള വെറൈറ്റിയാണ്. നാടൻ റോസാണ്. നിറയെ ഇങ്ങനെ പൂക്കളുണ്ടാവും. 2 ടൈപ്പ് പനിനീർ റോസ് വരുന്നുണ്ട്. ഷോർട്ടായിട്ട് ചെറുതായിട്ട് നിന്ന് പൂക്കുന്നതും നല്ലതുപോലെ പടർന്ന് പന്തലിച്ചിട്ട് പൂക്കുന്ന 2 ടൈപ്പ് പനിനീർ റോസ് വരുന്നുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് DA കോൺസ്റ്റൻസ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. നമ്മൾ ഇതുവരെ സെയിലിനായിട്ട് ഇത് കൊണ്ടുവന്നിട്ടില്ല. ഉടനെ തന്നെ സെയിലിനായിട്ട് ഇറക്കും എന്ന് വിചാരിക്കുന്നൊരു വെറൈറ്റിയാണ് DA കോൺസ്റ്റൻസ്. DA കോൺസ്റ്റൻസും മോൺകൂറും സെയിലിന് കൊണ്ടുവരും. ഇത് വന്നിട്ട് DA 41 എന്ന് പറയുന്ന വെറൈറ്റിയാണ്. എനിക്ക് അതിൻ്റെ ഐഡി കറക്റ്റ് അറിയില്ല. DA 41 എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇത് ചൈന 65 എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ. സിംഗിൾ പെറ്റലാണ്, പക്ഷേ ഇതിങ്ങനെ ഭ്രാന്ത് പിടിച്ചതുപോലെ പൂക്കും. ഇത് വന്നിട്ട് റെഡ് ബട്ടൺ റോസ് ആണ്. ഇതും നിറയെ പൂക്കളുണ്ടാകും. ഇതിൽ തന്നെ 2 ഷെയ്ഡ് വരുന്നുണ്ട്. റെഡും വരുന്നുണ്ട്, ഇതിൻ്റെ പിങ്കും പീച്ച് പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ടൊരു ക്രീപ്പർ റോസാണ്. നല്ല വലിപ്പമുള്ള പിങ്ക് ഷെയ്ഡിൽ, പിങ്കും അതിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു വൈറ്റ് ഷെയ്ഡ് കൂടെ വരുന്ന നല്ലൊരു റോസ് വെറൈറ്റിയാണ്. ഇതും കുറച്ച് റെയറാണ് കേട്ടോ. ഇത് വന്നിട്ട് റെഡ് കേസ്കേഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ. നമ്മുടെ നോർമൽ റെഡ് ക്രീപ്പറാണ്. ഇത് ഇങ്ങനെ പടർന്ന് പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ ഇങ്ങനെ നക്ഷത്രങ്ങൾ നമ്മൾ നോക്കുന്നത് പോലെ ഇരിക്കും. അത്ര അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ്. അടുത്ത വെറൈറ്റി ഡീല മാൽമേസൺ ക്രീപ്പർ, അല്ലാന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് റോസ് എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ്. ഇതും നമ്മുടെ ക്ലൈമറ്റിൽ നല്ലതുപോലെ ഉണ്ടാവും. ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ടൈപ്പാണ് കേട്ടോ. ഇതിങ്ങനെ ബഞ്ചായിട്ടും പൂക്കൾ ഉണ്ടാവാറുണ്ട്, സിംഗിളായിട്ടും പൂക്കൾ ഉണ്ടാവാറുണ്ട് ഈ ഒരു വെറൈറ്റി. ഇത് വന്നിട്ട് ക്ലൗഡ് 10 എന്ന് പറയുന്നൊരു വെറൈറ്റി ക്രീപ്പറാണ്. വൈറ്റ് കളറിലാണ് പൂക്കൾ വരാറുള്ളത്. നല്ല അടുങ്ങിയ തിക്കായിട്ടുള്ള പെറ്റൽസാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ക്ലൗഡ് 10 എന്നാണ് കേട്ടോ ഇതിൻ്റെ ഐഡി വരുന്നത്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പിങ്ക് ഷെയ്ഡിൽ തന്നെ പൂക്കൾക്ക് നല്ല വലിപ്പമുള്ളതാണ്. ഇതിൻ്റെ പൂക്കൾ നല്ല വലിപ്പമുണ്ട്. ഇതിൻ്റെ ഐഡി കറക്റ്റ് എനിക്ക് അറിയില്ല. പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ പൂക്കൾ വരാറുള്ളത്. നല്ലൊരു റോസ് തന്നെയാണ്. ഓൺ റൂട്ടഡ് ആണ്. ഇത് വന്നിട്ട് റെയിനി ബ്ലൂ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലാണ് ഇതിൻ്റെ. ലാവൻഡർ നമുക്ക് പറയാൻ പറ്റില്ല, വല്ലാത്തൊരു കളർ കോമ്പിനേഷനാണ്. ഐഡി റെയിനി ബ്ലൂ ആണ്. ഇതും ഒരു ക്ലൈംബർ വെറൈറ്റിയാണ്. നമ്മുടെ കയ്യിൽ ഒത്തിരി ക്ലൈംബേഴ്സിൻ്റെ കളക്ഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ളത് നാടൻ ബഡ്ഡിങ്ങും മിനിയേച്ചറിൻ്റെയൊക്കെ കളക്ഷൻസാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത്. ഇത് വന്നിട്ട് വൈറ്റ് ക്ലൈംബറാണ്. നമ്മുടെ നോർമലായിട്ടുള്ള വൈറ്റ് ക്ലൈംബറാണ് കേട്ടോ. അതിൻ്റെ സെൻറ്ററൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു പൂമ്പൊടിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. മറ്റേ ആദ്യം കാണിച്ച ക്ലൗഡ് 10ൻ്റെ നമുക്ക് അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അത്രയും തിക്കാണ് കേട്ടോ അതിൻ്റെ. ഇത് ബ്ലൂ ഫോർ യു എന്ന് പറയുന്ന റോസാണ്. ബ്ലൂ ഫോർ യു നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ബ്ലൂ ഫോർ യു. ഈ വെറൈറ്റി ചോക്കോ ലോക്കോ എന്ന് പറയുന്ന ഹോട്ട് ചോക്ലേറ്റ് ക്ലൈംബറാണ്. ഇതും നല്ലൊരു ക്ലൈംബർ വെറൈറ്റിയാണ് കേട്ടോ. നിറയെ പൂക്കളുണ്ടാവും, കൊലകൊലയായിട്ട് പൂക്കളുണ്ടാവുന്നത് ഹോട്ട് ചോക്ലേറ്റ് ക്ലൈംബറാണ് കേട്ടോ.
സൂപ്പർ ഫെയറി ഓറഞ്ച് ക്രീപ്പർ, ബഞ്ചായിട്ട് തന്നെ പൂക്കളുണ്ടാകുന്ന നല്ലൊരു ഡാർക്കായിട്ടുള്ള ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന പൂക്കളാണ് ഇത്. നാടൻ ബഡ് ചെയ്ത തൈകളും നാടനും നമുക്ക് വരാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല. ചന്ദനവും ക്രീം കളറും യെല്ലോ ഷെയ്ഡും ഒക്കെ മിക്സഡ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല കേട്ടോ. അടുത്ത റോസ് എന്ന് പറയുന്നത് നമ്മുടെ പനിനീർ റോസിൻ്റെ തന്നെ ക്രീപ്പറാണ്. പനിനീർ റോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പനിനീർ റോസിൻ്റെ ചേച്ചിയും നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതിൻ്റെ തന്നെ ക്രീപ്പറാണ് കേട്ടോ ഇത്. പനിനീർ റോസിൻ്റെ ക്രീപ്പർ വെറൈറ്റിയാണ് ഇത്. വന്നിട്ട് ബ്രിട്ടീഷ് ക്യൂൻ എന്ന് പറയുന്ന റോസാണ് കേട്ടോ. ബ്രിട്ടീഷ് ക്യൂൻ എന്നാണ് ഐഡിയ വരുന്നത്. വിരിയുന്ന സമയത്ത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഈ ഒരു റോസിന് ഉണ്ടാവും. അത് കഴിയുമ്പോഴത്തേക്കും കളർ ചേഞ്ച് ആവും കേട്ടോ. ഇത് ഒരു ഡിയർ റോസ് വെറൈറ്റിയാണ്. കറക്റ്റ് എനിക്ക് ഐഡിയ അറിയില്ല കേട്ടോ എന്താണെന്നുള്ളത്. ഇത് വന്നിട്ട് ഓറഞ്ച് ലൊക്കേറ്റ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഓറഞ്ച് ലൊക്കേറ്റ് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. നല്ലൊരു ക്ലൈംബറാണ്. പക്ഷേ പൂക്കൾക്ക് ആയുസ് കുറവാണ്. പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോവും. ഇത് വന്നിട്ട് കരിഷ്മ റോസാണ്. ഓറഞ്ചും റെഡും യെല്ലോയും ഒക്കെ മിക്സായിട്ട് നമ്മുടെ സൺസെറ്റിൻ്റെ കളറിൽ വരും. ഇത് വന്നിട്ട് പെർഫ്യൂം ബ്രീസ് എന്ന് പറയുന്ന റോസാണ് കേട്ടോ. നല്ലൊരു വെറൈറ്റി തന്നെയാണ് പെർഫ്യൂം ബ്രീസ് എന്ന് പറയുന്നത്. നിറയെ പൂക്കൾ ഉണ്ടാവുന്നൊരു റോസാണ് കേട്ടോ പെർഫ്യൂം ബ്രീസ്. ഇത് വന്നിട്ട് ബിവിച്ച് റോസ് എന്നാണ് ഐഡിയ വരുന്നത്. ബിവിച്ച് റോസ് പിങ്ക് കളറിൽ നിറയെ പൂക്കളുണ്ടാവും. പിന്നെ പ്രിയതമയോ അങ്ങനെ എന്തോ ഒരു പേരൂടെ ഈ റോസിനുണ്ട്. പക്ഷേ ബിവിച്ച് എന്നാണ് കേട്ടോ കറക്റ്റ് ഐഡിയ വരുന്നത്. ഇതൊരു ക്ലൈംബർ വെറൈറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെമി ക്ലൈംബറാണ്. എന്നാൽ നമുക്ക് ബുഷായിട്ട് നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുഷായിട്ടും നിർത്താൻ പറ്റുന്നൊരു വെറൈറ്റിയാണ്. ഇത് റെഡ് ബഞ്ച് ക്രീപ്പർ. ബഞ്ചായിട്ട് ഇങ്ങനെ പൂക്കളുണ്ടാവും. റെഡും വൈറ്റും കളർ കോമ്പിനേഷനിൽ വരും. നമ്മുടെ റെഡ് ഓർക്കിഡ് റോസിൻ്റെയൊക്കെ ഏകദേശം ഒരു നേച്ചർ പോലെ തോന്നും. പക്ഷേ ലീഫൊക്കെ ഏകദേശമൊക്കെ ഒരുപോലെയാണ്. രണ്ടും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള പൂക്കളാണ് കേട്ടോ വരുന്നത്. ഇത് സ്പാനിഷ് ബ്ലൂ എന്ന് പറയുന്നൊരു റോസാണ് കേട്ടോ. അത് മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ കളർ വന്നിട്ട് വൈറ്റ് സ്ട്രൈപ്പ് ഇങ്ങനെ ഉണ്ടാവും. സിംഗിൾ പെറ്റലാണ്. ഒരുപാട് ഇതളുകളൊന്നും ഉണ്ടാവാത്തൊരു റോസാണ്. ക്ലൈംബർ റോസാണ് ഇത്. കുഡോസ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. കുഡോസ് ജൂബിലി എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഡിയ റോസ് അല്ല, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഡിയ റോസ് പോലെ നമുക്ക് തോന്നും കേട്ടോ. പിന്നെ ഫ്ലോറിബെൻഡ റിച്ച് റെഡ്, ഇതും ഡിയ റോസുകൾ പോലെ തോന്നുന്നുണ്ടെങ്കിലും ഡിയ റോസ് അല്ല. നല്ലൊരു വെറൈറ്റി തന്നെയാണ് ഫ്ലോറിബെൻഡ റിച്ച് റെഡ് എന്ന് പറയുന്നത്. റെഡ് ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത്. നല്ല തിക്കായിട്ടുള്ള ഇതളുകളാണ് കേട്ടോ ഉള്ളത്. പിന്നെ വൈറ്റ് ക്രീക്കറി റോസ്, പീച്ച് ക്രീക്കറി റോസ് എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് വൈറ്റ് ക്രീക്കറി റോസ്. ഇത് വന്നിട്ട് പീച്ച് ക്രീക്കറി റോസ്, ചെറിയ പൂക്കളുള്ള പീച്ച് ക്രീക്കറി. രണ്ടും കണ്ടോ, വൈറ്റും പീച്ചും എന്ത് രസമായിട്ടാണ് നിൽക്കുന്നതെന്നുള്ളത്. പിന്നെയുള്ളത് ഓറഞ്ച് ഫെയറി റോസാണ്. ഫെയറി ഓറഞ്ച് ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്ന ഒരു റോസ് വെറൈറ്റിയാണ് ഫെയറി ഓറഞ്ച് എന്ന് പറയുന്ന ഈ ഒരു റോസ് കേട്ടോ. നല്ലൊരു വെറൈറ്റി തന്നെയാണ് ഈ ഫെയറി ഓറഞ്ച് എന്ന് പറയുന്ന റോസ്. പിന്നെയുള്ളത് ഓറഞ്ച് കൊത്ത് ഓറഞ്ചാണ്. കൊത്തു മഞ്ഞ എല്ലാവർക്കും അറിയാം. ഇത് കൊത്ത് ഓറഞ്ചാണ്. ഇത് ബീബോപ്പ് എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. നല്ലൊരു വെറൈറ്റി തന്നെയാണ് ബീബോപ്പ്. ഒരു ക്ലൈംബർ, സെമി ക്ലൈംബറാണ്. ഓറഞ്ച് മിനിയേച്ചർ റോസാണ്. കുഞ്ഞു ഓറഞ്ച് കളറിലെ പൂക്കൾ, നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ഓറഞ്ച് ഷെയ്ഡിലാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവാറുള്ളത്. ഐഡിയ അറിയാത്ത മറ്റൊരു സ്ട്രൈപ്പ് റോസാണ്. ഒരു കുങ്കുമ ഷെയ്ഡും ഒരു സാൻഡൽ കളറും യെല്ലോയ്ക്ക് മിക്സായിട്ട് വരുന്നൊരു ക്രീപ്പർ റോസാണ്. നല്ലൊരു വെറൈറ്റി തന്നെയാണ്. ഇത് കൊത്തുമഞ്ഞയാണ് കേട്ടോ. കൊത്തുമഞ്ഞ നേരത്തെ കൊത്ത് ഓറഞ്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തന്നെ മഞ്ഞ ഷെയ്ഡാണ് കൊത്ത് മഞ്ഞ എന്ന് പറയുന്നത്. കൊത്തുമഞ്ഞ എന്ന് പറയുമ്പോൾ കൊലകൊലയായിട്ട് പൂക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. ഇത് പീസ് ആൻഡ് ലവ്, കളർ ചേഞ്ചിങ് റോസ് എന്നറിയപ്പെടുന്ന റോസാണ്. വിരിയുന്ന സമയത്ത് യെല്ലോ, പിന്നെ ഓറഞ്ച്, പിന്നെ ഒരു ഡാർക്കായിട്ടുള്ളൊരു ഓറഞ്ച്, ആ ഷെയ്ഡിൽ വരുന്നൊരു റോസ് വെറൈറ്റിയാണ് കേട്ടോ. പീസ് ആൻഡ് ലവ് എന്നാണ്. ഇത് വന്നിട്ട് ബേബി പാരഡൈസ് ആണ്. ഇതാണ് കറക്റ്റ് ബേബി പാരഡൈസിൻ്റെ കളർ കേട്ടോ. വൈറ്റും പിന്നെ ചുറ്റിനും പിങ്ക് ഷെയ്ഡ്. പിന്നെ ഇത് വന്നിട്ട് ഹിൽട്ടൺ എന്ന് പറയുന്നൊരു റോസ് വെറൈറ്റിയാണ് കേട്ടോ. ബട്ടർഫ്ലൈ പിങ്ക് എന്നും വേറൊരു പേരുണ്ട്. നല്ലൊരു വെറൈറ്റിയാണ്. നാടൻ ബഡ്ഡിങ്ങും വരാറുണ്ട്, നന്നായിട്ട് പൂക്കും. ഇത് എലിസബത്ത് റോസാണ്. എലിസബത്ത് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന കൊലകൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന നാടൻ റോസ് വെറൈറ്റിയാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് പനിനീർ റോസിൻ്റെ ചേച്ചി എന്ന് പറയുന്ന റോസാണ്. നിറയെ
പൂക്കളുണ്ടാവുന്നൊരു റോസ് വെറൈറ്റിയാണ് പനിനീർ റോസിൻ്റെ ചേച്ചി എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്